എല്ലാവർക്കും +1 എക്കണോമിക്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫൈനൽ എക്സാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് നമുക്ക് മുമ്പിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത്. കയ്യിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി ഫൈനൽ എക്സാമിനുള്ളൂ. മോഡൽ എക്സാം കഴിഞ്ഞു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2 ടോപ്പിക്കുകളാണ്. ഒന്ന് ഹിസ്റ്റോഗ്രാം എങ്ങനെ വരയ്ക്കാം, അതേപോലെ തന്നെ ഫ്രീക്വൻസി പോളിഗൺ എങ്ങനെ വരയ്ക്കാം. അങ്ങനെ 2 ഭാഗങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സാജിദ് മുഹമ്മദ്. ഓക്കെ, ബോർഡുമേ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. മാർക്ക്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അഥവാ ഫ്രീക്വൻസി എന്ന് കൊടുത്തിട്ടുണ്ട്. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 എന്ന് പറയുന്ന അവർക്ക് ക്ലാസ് കിട്ടിയ മാർക്കുകൾ അടങ്ങിയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് കൂടെ ഫ്രീക്വൻസി എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിലെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ 0, 10, 20, 30, 40 ആണ്. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 10, 20, 30, 40, 50 ആണ്. ഓക്കെ, അതിൻ്റെ ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ്, ക്ലാസ് ഇൻ്റർവെല്, മിഡ് പോയിന്റ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എല്ലാവരും അത് ഓർത്ത് വെക്കുക. ഇതിങ്ങനെ പറഞ്ഞു പോകുന്നത് എനിക്ക് ഇനി ആവശ്യമുള്ളൊരു വിഷയങ്ങളായതുകൊണ്ടാണ്. ഓക്കെ, നമുക്കിനി ഇങ്ങനെ ഹിസ്റ്റോഗ്രാം വരക്കുക. ഹിസ്റ്റോഗ്രാമാണ്, ഇൻസ്റ്റഗ്രാം അല്ല. അപ്പോൾ ഓർത്ത് വെക്കുക, ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഡാറ്റയെ ഒരാൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. നമുക്കറിയാം ഹിസ്റ്റോഗ്രാമിൻ്റെ ഓരോ പ്രത്യേകതകളുണ്ട്. നമ്മൾ ബാർ ഡയഗ്രാം വരച്ചതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഹിസ്റ്റോഗ്രാമിനുള്ളൂ. എന്നാൽ ഹിസ്റ്റോഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡ് രേഖപ്പെടുത്താൻ പറ്റും. എന്താണ് മോഡ് എന്നുള്ളത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട. മറിച്ച് നമുക്ക് അടുത്തൊരു ചാപ്റ്റർ, വിശാലമായിട്ടുള്ള ഒരു ചാപ്റ്റർ വരാനുണ്ട്. മീൻ മീഡിയം മോഡ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കുക എന്താണ് മോഡ്. അപ്പോൾ നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുക, മോഡ് രേഖപ്പെടുത്താൻ പറ്റും. ഹിസ്റ്റോഗ്രാമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മോഡ് രേഖപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തത്. അപ്പോൾ രണ്ടാമത്തത് എന്ത് ചെയ്യുക, നമ്മൾ വരച്ചതിന് ശേഷം മറ്റുള്ള ഫീച്ചേഴ്സ് പറയാം. അങ്ങനെയാണ് പറഞ്ഞെങ്കിൽ മാത്രമേ എങ്ങനെയാണ് ഹിസ്റ്റോഗ്രാമിൽ വരച്ച് കഴിഞ്ഞാൽ മോഡ് രേഖപ്പെടുത്തുക എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം, അഥവാ ഈ ഒരു വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നോക്കാം. ഇവിടെ ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഈ എക്സ് അക്ഷത്ത് നമ്മൾ രേഖപ്പെടുത്തുക മാർക്കാണ്. മാർക്ക്. വൈ അക്ഷത്ത് നമ്മൾ രേഖപ്പെടുത്തുക ഏതാണ്, ഫ്രീക്വൻസി അഥവാ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. ഇപ്പോഴും ഈ ഭാഗത്താണ് എന്ത് രേഖപ്പെടുത്തുക, ഫ്രീക്വൻസി അടങ്ങിയിട്ടുള്ള ഭാഗങ്ങളെ രേഖപ്പെടുത്തുക. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതിൽ രേഖപ്പെടുത്തുക. മാർക്ക് എന്ന് പറയുന്നത് 0 to 50 വരെയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ 0 ഓൾറെഡി ഇവിടെ ഉണ്ട്. 10, 20, 30, 40, 50, 60 ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തി. 60 വരെ രേഖപ്പെടുത്തി എന്ന് കരുതി നിങ്ങൾക്ക് ഡൗട്ട് വരാണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തി എന്ന് മാത്രം, കൂടുതലായിട്ട് രേഖപ്പെടുത്തണമല്ലോ. അടുത്തത് ഫ്രീക്വൻസി ഉള്ള ഭാഗത്ത് നമ്മൾ രേഖപ്പെടുത്തി ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 14 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, 14 വരെ അല്ലെങ്കിൽ 15 വരെ എഴുതാം. 1, 3, 6, 9, 12, 15, 18 വരെ നമ്മൾ എഴുതിയത് മനസ്സിലാക്കാം. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 2, 4, 6, 8, 10, 12, 14, 16, 18 എന്ന് വരെ എഴുതാം. 5, 10, 15, 20 വരെ എഴുതാം. ഇനി 10, 20 അങ്ങനെ എഴുതാം. നമ്മൾ ഇഷ്ടം പോലെയാണ്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. 0 മുതൽ 10, 0 to 10 എത്രയാണ്, 3 അപ്പോൾ 0 to 10 എത്രയാണ്, 3. അപ്പോൾ 3 ഇവിടെയാണ്. 3 0 നിന്ന് തുടങ്ങുന്നതുകൊണ്ട് ഒന്നാമത്തെ രേഖപ്പെടുത്തി 3. ഓക്കെ, വരച്ചത് മനസ്സിലായോ? ഞാൻ അടുത്ത് നോക്കുക. 10 മുതൽ 20 വരെ എന്ന് പറഞ്ഞാൽ 7, അഥവാ 10 മുതൽ 20 വരെ എന്ന് പറഞ്ഞാൽ 7. 7 എന്ന് പറയുന്നത് 5, 6 കഴിഞ്ഞാൽ 7. ഏകദേശം ഇവിടെ ഓക്കെ. അടുത്തത് 20 മുതൽ 30 എന്ന് പറഞ്ഞാൽ 14. 14 എന്ന് പറയുന്നത് 15 ഇത് വരും. അഥവാ 20 മുതൽ 30 വരെ 14. 20 മുതൽ 30 വരെ. അടുത്തത് 30 മുതൽ 40 എന്ന് പറഞ്ഞാൽ 10. 10 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയൊക്കെ വരും.
ഓക്കെ, അടുത്തത് 40 മുതൽ 50 വരെ എന്ന് പറഞ്ഞാൽ 4 എന്ന് പറയുന്നത് ഏകദേശം ഓക്കെ. ഇനി ഹിസ്റ്റോഗ്രാം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഹിസ്റ്റോഗ്രാം വരച്ച് കഴിഞ്ഞാൽ മോഡ് രേഖപ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിൻ്റെയും മോഡ് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഏറ്റവും തല ഉയർന്നു നിൽക്കുന്ന തലവനായിട്ടുള്ള ഗ്രാഫിനെ നമ്മൾ എടുക്കുക. ഏറ്റവും തല ഉയർന്നു നിൽക്കുന്ന ഏതാ? 20 മുതൽ 30 വരെയുള്ളതിൻ്റെ ഈ ഒരു ഗ്രാഫാണ് ഏറ്റവും മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്ത വലിപ്പം കൂടിയ അതിൽ ഏറ്റവും കൂടിയ തല ഉയർത്തി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ 4 ഭാഗങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുക. ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, 2 ഭാഗം. പിന്നെ ഈ 2 ഭാഗത്തിൽ നിന്ന് അടുത്ത ഭാഗത്തേക്ക് അഥവാ ഈ ഒരു സൈഡിലേക്ക് ഒരെണ്ണം, ഇത് എന്ത് ചെയ്യുക, ഈ ഒരു സൈഡിലേക്ക് ഒന്ന്. ഓക്കെ, നമ്മൾ ഏറ്റവും തല ഉയർന്ന് നിൽക്കുന്നതിൻ്റെ 2 ദിശകൾ കണ്ടെത്തി. 1, 2. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കും മറ്റേ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കും എന്ത് ചെയ്യുക, അങ്ങനെ ഗ്രാഫ് വരയ്ക്കുക. ഈ ഒരു ബോർഡുമ്പോൾ ഞാൻ വരച്ച പോലെ തന്നെ വരയ്ക്കുക. ഇനി മോഡ് രേഖപ്പെടുത്താൻ എങ്ങനെ? ഈ ഒരു 2 കൂടി കൂട്ടിമുട്ടിയ ഈ ഒരു ഭാഗത്തിൻ്റെ അവിടുന്ന് എന്ത് ചെയ്യുക, താഴത്തേക്ക് എന്ത് ചെയ്യുക, ഇത് ഈ ഒരു ഭാഗത്തിനെയാണ് എന്ത് പറയുക, മോഡ് എന്ന് പറയുക. ഓക്കെ, നമുക്ക് ഇനി മോഡ് പഠിക്കാനുണ്ട്. മോഡിൻ്റെ ഇക്വേഷൻ തന്നെ എന്താണ്? L+D1 / D1 + D2 × H. മോഡ് കാണാനുള്ള ഈ ഒരു സമവാക്യം ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ എത്രയായിരിക്കും? 20ൻ്റെയും 30ൻ്റെയും ഇടയിലുള്ള ഈ ഒരു സംഖ്യ ആയിരിക്കും. 20ൻ്റെയും 30ൻ്റെയും ഇടയിലുള്ള സംഖ്യ എത്രയായിരിക്കും? 25 ആയിരിക്കും ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഇതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹിസ്റ്റോഗ്രാമിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഹിസ്റ്റോഗ്രാം വരച്ച് കഴിഞ്ഞാൽ മോഡ് രേഖപ്പെടുത്താൻ പറ്റും. മോഡ് രേഖപ്പെടുത്താൻ, അത് മാറരുത്. മോഡും മീഡിയനും മാറിപ്പോകാറുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ ആവർത്തിച്ച് നിങ്ങളെ മനസ്സിലേക്ക് ഇട്ട് തരുന്നത്. അപ്പോൾ മോഡ് രേഖപ്പെടുത്താൻ പറ്റും. പിന്നെ 2 സമചതുരങ്ങൾക്കിടയിൽ, 2 ഗ്രാഫുകൾക്കിടയിൽ എന്ത് വേണ്ട? വിടവ് വേണ്ട. ബാർ ഡയഗ്രാമിൽ എന്താ പറഞ്ഞിരുന്നത്? വിടവ് വേണമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്ന സമയത്ത് 2 ഗ്രാഫുകൾക്കിടയിൽ എന്ത് വേണ്ട? വിടവ് വേണ്ട. ഓക്കെ, പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു ചതുരത്തിൻ്റെ അതേ സെയിം തന്നെ ആയിരിക്കണം അടുത്തതും വരേണ്ടത്. ഓരോ ഇതിനും എന്ത് ചെയ്യണം, ഇതിൻ്റെ വിടുത്ത് എത്രയാണോ അത് തന്നെ ആയിരിക്കും അടുത്തതിനും വേണ്ടത്. അങ്ങനെ എല്ലാത്തിൻ്റെയും സെയിം ആയിരിക്കണം. അത് എന്ത് ചെയ്യണം? സ്കെയിലും പെൻസിലും ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല രീതിയിൽ അളവ് ഉപയോഗപ്പെടുത്തി വരച്ച് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്നതിന് പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പം 3 എണ്ണമാണ്. 2ൻ്റെയും അകലം വേണമെന്നില്ല. അഥവാ 2 ഗ്രാഫുകൾക്കിടയിൽ എന്ത് വേണ്ട? അകലം വേണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. ഹിസ്റ്റോഗ്രാം വരച്ച് കഴിഞ്ഞാൽ മോഡ് രേഖപ്പെടുത്താൻ പറ്റുന്നതാണ്. മറ്റേത് ഇതിൻ്റെ സൈസ് എന്ത് ചെയ്യണം? പരിഗണിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ഹിസ്റ്റോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ ആണോ? ഇനി അടുത്തതാണ് ഫ്രീക്വൻസി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫ്രീക്വൻസി പോളിഗൺ. എങ്ങനെയാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് വരക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അഥവാ ഫ്രീക്വൻസി പോളിഗൺ. ഞാനിപ്പോൾ അത് പറയാൻ കാരണം ഫ്രീക്വൻസി പോളിഗൺ വരക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. 2 രീതിയിലാണ് ഫ്രീക്വൻസി പോളിഗൺ നമുക്ക് വരക്കാൻ പറ്റുക. ഒന്നാമത്തെ രീതി ഹിസ്റ്റോഗ്രാം വരച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസി പോളിഗൺ വരക്കാം. 2 ഹിസ്റ്റോഗ്രാം വരക്കാതെ ഫ്രീക്വൻസി പോളിഗൺ വരക്കാം. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരച്ചുകൊണ്ട്, നമ്മളിപ്പോൾ ഹിസ്റ്റോഗ്രാം ഓൾറെഡി വരച്ച് വെച്ചതാണ്. ഈ ഹിസ്റ്റോഗ്രാം വരച്ചതിൽ നിന്ന് എങ്ങനെയാണ് ഫ്രീക്വൻസി പോളിഗൺ വരക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഗ്രാഫ് മായ്ക്കാതിരിക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ വരക്കുന്നത് എങ്ങനെയാണ്, ഹിസ്റ്റോഗ്രാം വരച്ചുകൊണ്ട് എങ്ങനെയാണ് ഫ്രീക്വൻസി പോളിഗൺ വരക്കുക എന്നുള്ളത് സിമ്പിളാണ്. ഓരോന്നിൻ്റെയും സെൻറ്റർ പോയിൻ്റ് എടുക്കുക. ഈ നമ്മൾ 0 to 10ൻ്റെ സെൻറ്റർ പോയിൻ്റ്, 10 to 20ൻ്റെ സെൻറ്റർ പോയിൻ്റ്, അതുപോലെ തന്നെ 20 to 30ൻ്റെ സെൻറ്റർ പോയിൻ്റ്, അതുപോലെ തന്നെ 30 to 40 സെൻറ്റർ പോയിൻ്റ്, 40 to 50 സെൻറ്റർ പോയിൻ്റ്. ഇനി എന്ത് ചെയ്യുക? 0യിൽ നിന്ന് തുടങ്ങി 0യിൽ നിന്ന് ഈ സെൻറ്റർ പോയിന്റിലേക്ക് വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെ, അവിടുന്ന് പിന്നെ ഈ സെൻറ്റർ പോയിന്റിലേക്ക്, അവിടുത്തെ അവസാനം 60ലേക്കും ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം വരച്ചുകൊണ്ട് ഫ്രീക്വൻസി പോളിഗൺ വരക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് വരക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഹിസ്റ്റോഗ്രാം വരക്കാതെ നമുക്കൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഹിസ്റ്റോഗ്രാം വരക്കാതെ എങ്ങനെ ഫ്രീക്വൻസി പോളുകൾ വരക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് 2 രീതിയിൽ ചോദ്യം വരും. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മോട് പറയാണ് ഫ്രീക്വൻസി പോളിഗൺ വരക്കുക എന്ന് നമ്മോട് പറയുകയാണെങ്കിൽ, അല്ല ഹിസ്റ്റോഗ്രാം വരച്ചുകൊണ്ട് ഫ്രീക്വൻസി പോളികൾ വരക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഹിസ്റ്റോഗ്രാം വരച്ചതിന് ശേഷം മാത്രമേ വരക്കാൻ പറ്റുള്ളൂ. നേരെ തിരിച്ച് ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നതിന് ശേഷം നമ്മോട് പറയുകയാണ് ഫ്രീക്വൻസി പോളികൾ വരക്കുക എന്ന് പറയുന്നത് 2 രീതിയിൽ വരക്കാം. 2 രീതിയിൽ നമ്മളെ ചോയ്സാണ്. ഈ ഇന്ന രീതിയിലൊന്നും പറയാത്തതുകൊണ്ട് നമ്മളെ ചോയ്സാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒന്ന് വരക്കാം. ഇനി രണ്ടാമത്തത് ഹിസ്റ്റോഗ്രാം വരക്കാതെ ഫ്രീക്വൻസി പോളികൾ വരക്കുന്ന രീതിയുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഹിസ്റ്റോഗ്രാം വരക്കാതെ എങ്ങനെയാണ് ഫ്രീക്വൻസി പോളികൾ വരക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കറിയാം, നേരത്തെ ഹിസ്റ്റോഗ്രാം വരച്ചുകൊണ്ട് ഫ്രീക്വൻസി പോളികൾ വരക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഗ്രാഫിൻ്റെയും 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 എന്നൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ സെൻറ്റർ പോയിന്റ് രേഖപ്പെടുത്തിയിരുന്നല്ലോ. ആ സെൻറ്റർ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? കാണണം. ആ സെൻറ്റർ പോയിന്റ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മിഡ് വാല്യൂ അഥവാ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഇന്നലെ നമ്മൾ ക്ലാസ് പഠിച്ചിരുന്നു മിഡ് വാല്യൂ എങ്ങനെ കാണാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ മിഡ് വാല്യൂ എന്ത് ചെയ്യണം? പുതിയൊരു ടേബിൾ, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യണം? പുതിയൊരു ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം, തയ്യാറാക്കണം. ആ ടേബിളിൻ്റെ പേര് എം എന്നാണ്. എമ്മിൻ്റെ ഫുള്ള് എന്ന് പറയുന്നത് മിഡ് വാല്യൂ അല്ലെങ്കിൽ മിഡ് പോയിന്റ്, രണ്ടും നമുക്ക് ചൂസ് ചെയ്യാം. ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? എം എന്നുള്ള പേര് കൊടുത്തു. എങ്ങനെയാണ് എന്തിൻ്റെയാണ് എം കാണുക? ഈ ഒരു ക്ലാസിൻ്റെയാണ് മിഡ് വാല്യൂ കാണേണ്ടത്. എങ്ങനെ? 0 to 10 ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് എത്രയാണ്? നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം 0 to 10 സെൻറ്റർ എത്രയാണ്? മിഡ് വാല്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആണ്. ഓക്കെ, അത് കാണാൻ നമ്മൾ സൂത്രം പറഞ്ഞിരുന്നു. 10ഉം 0യും കൂട്ടുക, 10ഉം 0യും കൂട്ടി കഴിഞ്ഞാൽ 10 എന്ത് ചെയ്യുക? പകുതിയാക്കുക. 10ൻ്റെ പകുതി എത്രയാണ്? 5. അടുത്തത് ഇതിൻ്റെ എത്രയായിരിക്കും? നിങ്ങളൊന്ന് പറയും. 10ഉം 10ൻ്റെയും 20ൻ്റെയും സെൻറ്റർ പോയിന്റ് അത്ര മിഡ് വാല്യൂ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20ഉം 10ഉം കൂട്ടുക. 20ഉം 10ഉം കൂട്ടി കഴിഞ്ഞാൽ 30. 30ൻ്റെ പകുതിയാക്കുക. 30നെ എന്ത് ചെയ്യുക? പകുതിയാക്കുക. 30നെ പകുതിയാക്കി കഴിഞ്ഞാൽ 15. അടുത്തത് 30ഉം 20ഉം കൂട്ടുക. 30 20ഉം കൂട്ടി കഴിഞ്ഞാൽ 50. 50നെ പകുതിയാക്കി കഴിഞ്ഞാൽ 25. അപ്പോൾ തന്നെ 30ഉം 40ഉം കൂട്ടുക. 30ഉം 40ഉം കൂട്ടി കഴിഞ്ഞാൽ എത്രയായി? 70. 70നെ പകുതിയാക്കി കഴിഞ്ഞാൽ 35. അടുത്തത് അവസാനത്തെ 40ഉം 50ഉം കൂട്ടി കഴിഞ്ഞാൽ 90. 90നെ പകുതിയാക്കി കഴിഞ്ഞാൽ 45. ഓക്കെ, ഇനിയാണ് നമ്മൾ പറയുന്ന രീതിയിലേക്ക് നമ്മൾ വരക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഗ്രാഫ് വരച്ചു. ഇവിടെ എക്സ് രേഖപ്പെടുത്തി, വൈ രേഖപ്പെടുത്തി, ഒറിജിൻ രേഖപ്പെടുത്തി. നമ്മൾ നേരത്തെ ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം വരച്ചുകൊണ്ട് ഫ്രീക്വൻസി പോളിഗൺ വരക്കുന്ന സമയത്ത് ഇവിടെ രേഖപ്പെടുത്തിയിരുന്നത് മാർക്കാണ് എങ്കിൽ, ഇപ്പോൾ ഈ ഫ്രീക്വൻസി പോളിഗൺ ഹിസ്റ്റോഗ്രാം വരക്കാതെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത് മിഡ് വാല്യൂ ആണ്. മിഡ് വാല്യൂ അല്ലെങ്കിൽ മിഡ് പോയിന്റ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫ്രീക്വൻസി അഥവാ നമ്പർ ഓഫ് കുട്ടികളുടെ എണ്ണം. അപ്പോൾ ഇവിടെ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ 5, 10, 15, 20 ഈ രേഖപ്പെടുത്തിയ സംഖ്യകളാണ് ചേർക്കേണ്ടത്. അപ്പോൾ 0 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 5, 15, 25, 35, പിന്നെ 45. ഓക്കെ, ഇനി ഇവിടെ രേഖപ്പെടുത്തേണ്ടത് നമ്മൾ നേരത്തെ രേഖപ്പെടുത്തിയ പോലെ തന്നെ 3, 6, 9, 12, 15, 18. അപ്പോൾ എന്ത് ചെയ്യാൻ നോക്കുക? മിഡ് വാല്യൂ 10 ആവുന്ന സമയത്ത് 3 ആണ്. മിഡ് വാല്യൂ 5 ആവുന്ന സമയത്ത് 3 ആണ്. 5 ആവുന്ന സമയത്ത് 3. അപ്പോൾ 3ൻ്റെ ഈ ഇത് രണ്ടും കൂട്ടി വിടുന്ന ഇവിടെ നമ്മളെന്ത് രേഖപ്പെടുത്തി. മനസ്സിലാവുണ്ടല്ലോ? അടുത്തത് 15 ആവുമ്പോൾ 7. 15 ആവുമ്പോൾ 7. നമ്മളിത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം വരച്ചു തന്നെ ഉള്ളൂ. അത് നമ്മൾ വരക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? റേസ് ചെയ്യണം. അടുത്തത് 25 ആവുമ്പോൾ 14. 25 ആവുമ്പോൾ 14 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെയൊക്കെ വരും. അടുത്തത് 35 ആവുമ്പോൾ 10. 35 ആവുമ്പോൾ 10. 35 ആവുമ്പോൾ 10 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. ഏകദേശം എന്നുള്ളൊരു പദം ഞാൻ ഉപയോഗിക്കുന്നത്, ഞാനിപ്പോൾ സ്കെയിലൊക്കെ ഒന്നും ഉപയോഗപ്പെടുത്തിയിട്ടൊന്നുമല്ല വരച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ വരുന്നത്. അടുത്തത് 35 വരച്ചു. 45 ആവുന്ന സമയത്ത് 4 എന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ 0യിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ
ഇങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം ഫ്രീക്വൻസി പോളിഗൺ ഹിസ്റ്റോഗ്രാം വരക്കാതെ വരക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള അഥവാ ഹിസ്റ്റോഗ്രാം വരച്ചതും ഫ്രീക്വൻസി പോളിഗൺ വരച്ചതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിന്ന് താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. ഫ്രീക്വൻസി പോളിഗൺ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ മോഡൽ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ചോദ്യം ഞാൻ താഴെ തരുന്നു, നിങ്ങൾ എഴുതുക. നേരത്തെ ഇപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ വരച്ചു. ഇനി ഒരു ഫ്രീക്വൻസി കർവുണ്ട്, അത് വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ വരക്കാത്തത്. ഫ്രീക്വൻസി കർവ് വരക്കുന്നത് വേറൊന്നുമില്ല, നമ്മളിപ്പോൾ വരച്ച ഫ്രീക്വൻസി പോളിഗൺ വരക്കുന്നത് എങ്ങനെ, സ്കെയിൽ ഉപയോഗിച്ച് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ വരക്കേണ്ടത്. സ്കെയിലും പെൻസിലും ഉപയോഗപ്പെടുത്തിയിട്ട് മാത്രമേ വരക്കുള്ളൂ. നമ്മൾ കൈകൊണ്ട് ഉപയോഗിച്ച് അഥവാ അളവൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ വരക്കാൻ പാടില്ല. നേരെ തിരിച്ച് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നൊരു ഭാഗം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രോബ്ലം ചെയ്തതിന് ശേഷം എങ്ങനെയാണ് വരക്കാമെന്ന് വെച്ചാൽ നമ്മൾ കൈ ഉപയോഗപ്പെടുത്തിയിട്ട്, അത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. കൈ ഉപയോഗപ്പെടുത്തിയിട്ട് നേരത്തെ ഞാൻ വരച്ച പോലെ ഇങ്ങനെയാണ്, കൈ ഉപയോഗപ്പെടുത്തിയിട്ട് ആയിരിക്കണം, അവിടെ സ്കെയിൽ ഉപയോഗിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് ഹിസ്റ്റോഗ്രാം പറഞ്ഞു, ഫ്രീക്വൻസി പോളിഗൺ പറഞ്ഞു, അതുപോലെ തന്നെ ഫ്രീക്വൻസി പോളിഗൺ ഫ്രീക്വൻസി കർവും പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഒരു 2 പ്രോബ്ലം തന്നിട്ടുണ്ടായിരുന്നു. ഹിസ്റ്റോഗ്രാം വരച്ചതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ വരക്കുന്ന ഒരു പ്രോബ്ലം കൂടി തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ആൻസർ ചെയ്ത് എനിക്ക് അയച്ചു തരിക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.